ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കട്ടർ മോഡിഫൈ ചെയ്താണ്. റബ്ബർ ഞാൻ അറിയാതെ ഒന്ന് മോഡിഫൈ ചെയ്ത് പോയി ഗായ്സ്. ഇത് സിമ്പിളാണ്. നമ്മുടെ ഫോം ക്ലേ അല്ലേ, ഇത് അടിപൊളി പർപ്പിൾ കളറാണ്. വീഡിയോയിൽ ഇത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അത് നല്ലോണം ഉണങ്ങി, അതിങ്ങാട്ടി പൊളിഞ്ഞു പോകും. അത് നല്ല സോഫ്റ്റാണ്. അത് ഇങ്ങനെ ആക്കിയെടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു കേട്ടോ, നല്ലോണം പാടുപെട്ടു. ഈ ഷേപ്പിലാക്കിയെടുക്കാൻ ഒട്ടിപ്പിടിച്ചിരിക്കും. ഞാൻ അതുകൊണ്ട് ടേപ്പ് ഇട്ട് റബ്ബർ ചുറ്റിയ ശേഷം കേട്ടോ നമ്മൾ ചെയ്തെടുത്തത്. പിന്നെ ഈ പൂവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം കേട്ടോ, അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇനി അടുത്താൽ നമുക്കത് ഈ സ്കെയിലൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഈ സ്കെയിൽ ഞാൻ അതിന് പൊട്ടിക്കാതെ വെച്ചിരിക്കാം കേട്ടോ. ഈ കിറ്റിൽ ഇനി ഈ സ്കെയിലും കൂടി ഉള്ളൂ കേട്ടോ. പെൻസിലിനെ പ്രത്യേകിച്ച് ഒന്നും മോഡിഫൈ ചെയ്യാനില്ലാത്തതുകൊണ്ട് പറ്റില്ല. പിന്നെ പെൻസിലും ഏകദേശം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി, യൂസ് ചെയ്ത് കഴിയാറായെന്ന് പറയാം. പെൻസിൽ അതിൻ്റെ തന്നെ പെൻസിലാണ് കേട്ടോ. ഇത് പപ്പ എവിടെനോ മേടിച്ചുകൊണ്ടെന്ന കിറ്റാണ് കേട്ടോ ഇത്. ഇത് എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമായ ടൂൾസാണ് കേട്ടോ നമ്മൾ വരച്ചെടുക്കാൻ പോണേ ഗൈസ്. അത് അമ്മ ഒന്ന് വിളിച്ചാണ് കേട്ടോ ഗൈസ്. നമുക്കപ്പം ബാക്കി വരയ്ക്കാം. സിമ്പിളും കാണാൻ ഭംഗിയുള്ളത് നമ്മുടെ ടൂലിപ്സിന് തന്നെയായതുകൊണ്ട് നമുക്കത് ചെയ്യാം. സിമ്പിളാണ്, കാണാൻ ഭംഗിയുണ്ട്. ഇതിൽ കാണുന്നില്ല കേട്ടോ, നമ്മുടെ ക്യാമറ കാണാൻ നല്ല പാടാണ്. പക്ഷെ ഇത് ശരിക്കും അടുത്ത് വെച്ച് കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മുടെ ക്യാമറയിലാണെങ്കിൽ കാണാൻ പോലുമില്ല. ഗൈസ്, നമ്മളപ്പം മൊത്തം പടവും വരച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സ്കെയിലിനകത്തല്ല പേപ്പറിനകത്ത് ഗ്ലൂ തേക്കാം. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത ഗൈസ് ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, പിന്നെ ഈ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനത്തെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ. ഇനി ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.